ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവത്തിലേക്ക് പൂർണ്ണമായി അവർ മാറിയിരിക്കുന്നു എന്നുള്ള തോന്നലാണല്ലോ ഇന്നിപ്പോൾ ഈ കുട്ടികൾ തന്നെ പറയുന്നത്. ഇന്നിപ്പോൾ അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ പറയുന്നതാണ് ഇത് ആ രീതിയിലാണ് വരുന്നത്. കാരണം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇനി എങ്ങനെ കാണാൻ കഴിയും എന്നുള്ള ആശങ്കയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനമാണിത് എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. എന്നിട്ട് ലോകം മുഴുവൻ പച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സോനം വാങ്ചുക്കിനെ കുറിച്ചൊക്കെ കേരളത്തിലൊക്കെയുള്ള മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും എന്ത് നുണ പ്രചരിപ്പിക്കും. എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നു? മിനിമം ഒരു അതായത് രാഷ്ട്രീയം പറയേണ്ടത് ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം പറഞ്ഞോട്ടെ, പക്ഷെ നുണ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ തുറന്ന് നുണ പറയേണ്ടി വരും ഈ കാര്യത്തിൽ പ്രതികരിക്കണമെങ്കിൽ എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാമല്ലോ. അതിനു പകരം മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ അത് ഇന്ന് ഈ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു കാര്യം, ഇന്നും വേറൊരു കക്ഷി, ഇവിടുത്തെ ഒരു പണ്ഡിത ശിരോമണി ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് പറയുകയാണ് സോനം വാങ്ചുക്ക് കാശ് മേടിച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ കാശ് മേടിക്കാറുണ്ട്. എങ്ങനെയുണ്ട്? പ്രസംഗിക്കാൻ പോകുമ്പോൾ കാശ് മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കാശ് മേടിച്ചിട്ട് സത്യാഗ്രഹത്തിന് വന്നിരിക്കുന്നത്. CJPയുടെ ചാനൽ, CJPയുടെ ഫേസ്ബുക്ക് പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ കാശ് മേടിച്ചിട്ടാണ് ഈ സമരത്തിൽ വരുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അയാൾ ഒട്ടും ശബ്ദം മാറ്റാതെ ആ കുട്ടി പറയാണ്, അതെ ഞാൻ കാശ് മേടിച്ച പാകിസ്ഥാൻ എനിക്ക് 40 രൂപ ബസ്സിനുള്ള പൈസ തന്നിട്ടുണ്ട്. അതല്ല, വേറൊരു കുട്ടി ഇന്നിപ്പോൾ ഇത് ഫണ്ടഡ് സമരം എന്നാണല്ലോ ഈ ആരോപണം ഉയരുന്നത്. ഈ ഫണ്ടഡ് സമരം എന്നുള്ള റിപ്പോർട്ടിങ് ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഈ സമരത്തിന് അനുകൂലമായി വന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരാൾ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ്റുപാത്രത്തിൽ നോക്കുമ്പോൾ കുറച്ച് നിലക്കടലയും ഒരു ഉള്ളിയുമാണ് കഴിക്കുന്നത്. അതാണ് ഭക്ഷണം കഴിക്കാനാകുള്ളത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതാണ് കേട്ടോ ഫണ്ടഡ് സമരത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്നലെ ഇത് ഭയങ്കര ആസൂത്രിതമായി വെൽ ഓർഗനൈസ്ഡായി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പോലുള്ള ഒരു പ്രതിഷേധ സമരമല്ല, വിദ്യാർത്ഥികളുടെ ഒരു രോഷമണ പൊട്ടിയിട്ട് അവർ ഒഴുകിയെത്തുന്നതാണ്. അതിലെല്ലാം 10-16 വയസ്സുള്ള കുട്ടികൾ തൊട്ട് അവരുടെ രക്ഷിതാക്കൾ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് അവിടെ സമരത്തിനെത്തിയിരിക്കുന്നത്. ഇവരെ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ തോന്നുക? ഈ പോലീസുകാർക്കൊക്കെ വീട്ടിൽ മക്കളുള്ളവരല്ലേ, അത് പോലും തോന്നാതെ ഇങ്ങനെ ക്രൂരമായി വെറുതെ മർദ്ദിക്കുക മാത്രമല്ല, ഈ പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടികളെ അവരെ വസ്ത്രം വലിച്ചു കീറുന്നതൊക്കെ ആയിട്ട് ആരോപിക്കുന്നത് വനിതാ പോലീസുകാരാണ്. അതായത് അധികം പ്രായമില്ലാത്ത വനിതാ പോലീസ്. അപ്പോൾ ഇവരെയൊക്കെ യന്ത്ര സമാനരാക്കിയിട്ട് ഇലക്ട്രിക് ലാത്തി വെച്ചിട്ട് ക്രൂരമായി വ്യാപകമായി ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കുകയാണ്. പെൺകുട്ടികൾക്ക് നേരെ ഇലക്ട്രിക് ലാത്തി ഇങ്ങനെ ഒരു നിർദാക്ഷിണ്യം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നമുക്കതിനെ വിശദീകരിക്കാനാവുക? അത്ര മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട്